നമ്പൂതിരി സാർ, ഭാരതീയ ഗണിത ശാസ്ത്ര രംഗത്തും ഭാരതത്തിന് പുറത്തും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള സംഗമഗ്രാമ മാധവൻ്റെ ജന്മസ്ഥലമായ ഇരിങ്ങാലക്കുട മനയിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാവനകൾ, അതിനൊപ്പം തന്നെ ചില ചർച്ചകളുണ്ട്, ഇവിടെയാണോ അല്ലെങ്കിൽ കൂടല്ലൂരാണോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിരുന്നു നേരത്തെ. ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സംഗമഗ്രാമ മാധവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ വേണുആരോഹം എന്ന കൃതിയിൽ ഇതിലെ 13ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബഹുളാധിഷ്ഠിത വിഹാരം എന്ന കുടുംബനാമമുള്ള ഗൃഹത്തിൽ മാധവനായ ഞാൻ ജനിച്ചു എന്ന്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം സംഗമഗ്രാമ മാധവൻ്റെ ജന്മസ്ഥലം ഇവിടെ കല്ലേറ്റിൻകരയിലെ ഇരിങ്ങാലക്കുട തന്നെയാണ് എന്ന്. ലോകത്തിന് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഗ്രാമവും ഇങ്ങനെയൊരു പണ്ഡിത കേസരിയും കൂടി ഉണ്ടായിരുന്നെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു. ചാൾസ് വിഷ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ 1832 കാലഘട്ടത്തിൽ ഇരിങ്ങാലക്കുടയിലെ ഈ ശാസ്ത്ര സംഭാവനകളെക്കുറിച്ച് ഒരു ലേഖനം ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതാരും ശ്രദ്ധിച്ചില്ല. പിന്നീട് 1950കളിൽ KV ശർമ്മയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ് ഇദ്ദേഹത്തിൻ്റെ പഠനങ്ങളെ കൂടുതൽ പഠിക്കുകയും അത് ഗ്രന്ഥങ്ങൾ കണ്ട് എടുത്ത് ആധുനിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തു. ഇതിൽ സംഗമഗ്രാമ മാധവൻ്റെ ജന്മദേശം ഇരിങ്ങാലക്കുടയാണ് എന്ന് പറയുന്നതിന് ഉള്ളൂർ വേറൊരു ആർഗ്യുമെൻറ്റും കൂടെ പറയുന്നുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ തേവരെ സംഗമദേവൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ സംഗമദേവൻ്റെ ഗ്രാമത്തിലെ മുഖ്യ പണ്ഡിതനായ സംഗമഗ്രാമനാഥൻ. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയാണ് മാധവാചാര്യൻ്റെ ജന്മസ്ഥലം എന്നുള്ളതിന് ഒരു സംശയവും ആവശ്യമില്ല. ഇതിൽ ഇദ്ദേഹത്തിൻ്റേതായിട്ട് പറയുന്ന വിഖ്യാത കൃതികളിൽ നമുക്ക് സംശയമില്ലാതെ ലഭ്യമായിട്ടുള്ളത് വേണുആരോഹമാണ്. വേണുആരോഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നില ആകാശത്ത് രാത്രിയിലും പകലും എവിടെയൊക്കെയാണ് എന്നുള്ളത് ഏകദേശം 1 മണിക്കൂർ ഇടവിട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം ആണ് മാധവാചാര്യൻ കണ്ടുപിടിച്ചത്. ഇത് ശരിക്ക് 4ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന വരരുചി എന്ന് പറയുന്ന പണ്ഡിതൻ ഇത്തരം ഒരു വർക്ക് ചെയ്തിരുന്നു. ചന്ദ്രൻ്റെ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടി ചന്ദ്രവാക്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ രാത്രികാലത്തെ മാത്രമേ അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ടായിരുന്നുള്ളൂ. എന്നാൽ സംഗമഗ്രാമ മാധവൻ ചന്ദ്രവാക്യങ്ങളെ കൂടുതൽ വിപുലീകരിച്ച് ഏകദേശം 248 വാക്യങ്ങൾ വഴി ചന്ദ്രൻ ഓരോ മണിക്കൂർ ഇടവിട്ട് ആകാശത്ത് പകലാണോ രാത്രിയാണോ ആണ് എങ്കിൽ എവിടെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കണക്കൂട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വേണുആരോഹം, വേണു പറഞ്ഞാൽ മുളയാണ്. പണ്ട് ആൾക്കാർ മുളയേണി വെച്ചിട്ടാണ് ആൾക്കാർ ഉയരങ്ങളിൽ ചേരുന്നത്. ഒരു മുളയേണി. അപ്പോൾ മുളയേണിയുടെ കവരം ഓപ്പോസിറ്റായിട്ടാണ്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെ ഇടവിട്ട് കാല് വെച്ചിട്ടാണ് ആൾക്കാർ കയറുക എന്ന് പറയുന്നത് പോലെ തന്നെ ചന്ദ്രൻ പകല് രാത്രി, പകല് രാത്രി, പകല് രാത്രി എന്ന് പറയുന്ന വിധത്തിൽ എവിടെയാണ് ആകാശത്തിൽ നിലനിന്നിരുന്നത് എന്ന് കാണിക്കുന്ന ഒരു അൽഗോരിതം. ഇത് അൽഗോരിതം വളരെ ക്ലിഷ്ടമാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വാക്യങ്ങൾ 248 വാക്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വാക്കുകളിൽ ഈ ഉത്തരം ഉരുത്തിരിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് വേറെ സാധാരണ ആൾക്കാർക്ക് പോലും അത് കണക്കാക്കാൻ പറ്റും. ഇതിൽ ചോദ്യം ഉണ്ട്, എന്തിനാണ് ചന്ദ്രൻ്റെ സ്ഥാനം ഇത്ര കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്?
പണ്ട് മുഹൂർത്തം എന്ന് പറയുന്ന സമയം ഈ നമ്മുടെ ചില കർമ്മങ്ങളും ചില കർത്തവ്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓരോ മുഹൂർത്തത്തിലാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി കൃത്യസമയം അറിയാനായിട്ടാണ് ഈ വേണു ആരോഹത്തിൽ ചന്ദ്രസ്ഫുടം എന്നാണ് പറയുക ഉപയോഗിച്ചിരിക്കുന്നത്.